കോൺഗ്രസ് നേതാക്കളാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണ വലയം തീർക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാഹുൽ എവിടെയാണുള്ളതെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് കൃത്യമായി അറിയാം. പോലീസിന് രാഹുലിനെ അറസ്റ്റ് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോലീസിന് അദ്ദേഹത്തെ കണ്ടെത്താനായില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ പോലീസ് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവർക്ക് അറിയാമല്ലോ എവിടെയാണെന്നുള്ളത്. ഈ പറയുന്നയാള് ഒളിവിൽ പോകുന്നതിന് ആവശ്യമായ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരാണല്ലോ. ആ നേതാക്കൾ ഇവിടെയുള്ളവർ മാത്രമല്ല, എല്ലാ തലങ്ങളിലുള്ളവരും ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ സംസ്ഥാനത്തിന് പുറത്തടക്കം നല്ല രീതിയിൽ സംരക്ഷണ വലയം തീർത്തിരിക്കുന്നതെന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയായത്. ഇങ്ങനെ പറയുന്നത് ആത്മാർത്ഥയോടെയാണെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം അത് പോലീസിനെ അറിയിക്കലാണ്. അങ്ങനെ അറിയിച്ചാൽ വളരെ നല്ലതായിരിക്കും. അതല്ലാതെ പ്രചരണത്തിന് വേണ്ടി മാത്രം പറയുന്നൊരു കാര്യം മാത്രമാണ്. സായ്കുമാർ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് സായ്കുമാർ. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് തങ്ങളുടെ അംഗമായിരുന്ന സസ്പെൻഡ് ചെയ്യപ്പെട്ടയാളെ പുറത്താക്കി പ്രാഥമിക അംഗത്തിൽ നിന്ന് എന്നുള്ള സ്റ്റാൻഡ് എടുത്ത് നിൽക്കുകയാണ്. പക്ഷേ ഇപ്പോഴും സംരക്ഷിക്കുന്നത് കോൺഗ്രസ് ആണ്, മുതിർന്ന നേതാക്കൾക്കടക്കം പങ്കുണ്ട് എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ മറുഭാഗത്ത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുറുക്കുകയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷം. എന്താണ് കോൺഗ്രസിന്റെ ബദൽ നീക്കം ഈ വിഷയത്തിൽ? സുജിയ, ഇതുവരെ കോൺഗ്രസ് നേതാക്കൾ വലിയ പ്രതിരോധത്തിലായിരുന്നു. എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുന്നില്ല എന്നുള്ളതായിരുന്നു അവർ ആവർത്തിച്ച് അഭിമുഖീകരിച്ച ചോദ്യം. ഇപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആ ബ്രഹ്മാസ്ത്രം തന്നെ ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് പ്രയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ നേരെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ഇത് തിരിയുന്നതാണ് കണ്ടത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചിരുന്നുവെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് നടക്കുമായിരുന്നു. അപ്പോൾ LDFന്റെ ഈ സർക്കാരിന്റെ ലക്ഷ്യം എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് അല്ല, ഈ വിഷയം തിരഞ്ഞെടുപ്പ് വരെ ലൈവായി നിലനിർത്തുക എന്നുള്ളതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടാത്തത് എന്നാണ്. അതിനുശേഷം നിരനിരയായി വന്ന് നേതാക്കൾ എല്ലാവരും പറഞ്ഞിരുന്നത് പോലീസിന്റെ വീഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിടികൂടാൻ സാധിക്കാത്തത്, അത് കഴിവുകേടാണ് എന്ന് പരിഹാസ രൂപേണ എന്ന് കെ മുരളീധരൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞു. ഒരു വേള പിണറായിയുടെ സംരക്ഷണയിലാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിയുന്നത് എന്ന് പോലും സംശയമുണ്ട് എന്ന് വരെ UDF നേതാക്കൾ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ CPIM LDF നേതാക്കൾ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അടക്കം ഇന്നലെ മുതൽ ഇന്നും പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്. അതായത് കോൺഗ്രസിന്റെ സംരക്ഷണയിലല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിന് ഇങ്ങനെ ഒളിവിൽ കഴിയാൻ കഴിയില്ല. കൃത്യമായ അങ്ങനെ അതെല്ലാം കിട്ടണമെന്നുണ്ടെങ്കിൽ ഉന്നതരായ നേതാക്കളുടെ ഇടപെടലുകൾ അതിന് പിന്നിൽ ഉണ്ടാകേണ്ടേ. അല്ലാതെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം വിചാരിച്ചാൽ സാധ്യമാകുന്നതാണോ ഈ 10 ദിവസത്തെ ഒളിവ് ജീവിതമൊക്കെ?